സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്നൊരു നിർണായക നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘം ഈ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് അടൂർ പ്രകാശിൽ നിന്ന് വിവരങ്ങൾ തേടിയത്. കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഇരുത്തിയായിരുന്നു ഈ ചോദ്യം ചെയ്യൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധമെന്ത്, പലതവണ പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിനാണ്, പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ അടൂർ പ്രകാശ് തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത തേടുകയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തിയായിരുന്നു ഏതാണ്ട് 2.5 മണിക്കൂർ നീളുന്ന ചോദ്യം ചെയ്യൽ ഇന്ന് നടന്നത്. അപ്പോൾ ഒരു നിർണായക നീക്കമാണ് SITയുടെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് എന്നത് തന്നെ നമുക്ക് പറയാം. CPM-നും സർക്കാരിനുമെതിരെ UDF വലിയ രീതിയിൽ പ്രചരണം ഈ സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തി വരുന്നതിനിടെയാണ് SIT UDF കൺവീനറെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രാധാന്യം ഏറുന്ന കാര്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പലതവണ കണ്ടിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ അടൂർ പ്രകാശ് സമ്മതിച്ചിരുന്നു. അതിന്റെ തെളിവുകൾ ഒക്കെ പുറത്തു വന്നതാണ്. ശബരിമല കേസുമായി തനിക്ക് ബന്ധമുണ്ടെന്ന ആരോപണം പക്ഷേ ആവർത്തിച്ച് അടൂർ പ്രകാശ് നിഷേധിച്ചിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഡൽഹിയിൽ സോണിയാഗാന്ധിയെ കാണാൻ പോയപ്പോൾ അടൂർ പ്രകാശ് ഒപ്പമുണ്ടായിരുന്നു. അത് മണ്ഡലത്തിലെ വോട്ടറായ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് എടുത്തപ്പോൾ തന്നെയും ഒപ്പം കൂട്ടി എന്നതൊക്കെയായിരുന്നു അടൂർ പ്രകാശ് നൽകിയിരുന്ന വിശദീകരണം. അപ്പോൾ ഈ കാര്യങ്ങൾ വലിയ തരത്തിലുള്ള ചർച്ചയാകുമ്പോൾ ഈ പലതവണ കൂടിക്കാഴ്ച നടത്തിയത് എന്തിന് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ് SIT ഇപ്പോൾ അടൂർ പ്രകാശിനെ വിളിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തിരിക്കുന്നത്. പോറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 2.5 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം അടൂർ പ്രകാശ് പുറത്തേക്ക് വരുമ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പോറ്റിയെക്കുറിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നോട് ചോദിച്ചു എന്നതാണ്. തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ താൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ട്. മറുപടിയിൽ അവ്യക്തത ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയേണ്ടത് SIT ആണ്. തനിക്കറിയാവുന്ന കാര്യങ്ങൾ താനുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം താൻ ഉത്തരം നൽകിയിട്ടുണ്ട് എന്നതാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. അടൂർ പ്രകാശിന്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം നമുക്കൊന്ന് കാണാം. ഞാന് ഇന്നലെ ഉപ്ലയിൽ നടന്ന മീറ്റിംഗിന് ശേഷം തിരുവനന്തപുരത്തേക്ക് വന്നതാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവായിരുന്ന ശ്രീ M. മുരളിയുടെ നിര്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഇന്നലെ തന്നെ ട്രെയിനിൽ കയറി ഇവിടെ എത്തിയത്. അപ്പൊ ഇവിടെ എത്തിയപ്പോഴാണ് ഇവിടെ SITയുടെ നേതൃത്വത്തിൽ ചില കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ രാവിലെ തന്നെ ഇവിടെ വന്നു. അവരുമായി സംസാരിച്ചു. ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായി ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ മറുപടി പറഞ്ഞതനുസരിച്ച് അവർ കാര്യങ്ങൾ ഇനിയും മുമ്പോട്ട് നീങ്ങും. അതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യവും പറയാനില്ല. മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഈ വിധത്തിലുള്ള മറുപടിയാണ് അടൂർ പ്രകാശ് നൽകുന്നത്. ഇങ്ങനെ എന്നെ തന്നെ വിളിപ്പിച്ചതിൽ അസ്വാഭാവികതയുള്ളതായി കരുതുന്നില്ല എന്നും അടൂർ പ്രകാശ് പറഞ്ഞുവെങ്കിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് നാടകമെന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ വിമർശനം. നിയമത്തിന്റെ വഴിക്കെന്ന് നേരത്തെ പറഞ്ഞതാണ്. കേസുമായി ബന്ധപ്പെട്ട് UDF നേതാക്കൾക്ക് ആർക്കും ജയിലിൽ പോകേണ്ടി വരില്ല എന്നും KC വേണുഗോപാൽ പറഞ്ഞു. ചോദ്യം ചെയ്തോട്ടെ. ഞങ്ങൾ അതുമൂലേ പറഞ്ഞിട്ടുണ്ടല്ലോ, SIT എന്ന് പറയുന്നത് കേരള പോലീസല്ലേ, ഹൈക്കോടതിയുടെ നിരീക്ഷണമെങ്കിലും. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള ആളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കട്ടെ. അതെന്താ, നിയമത്തിൻ്റെ വഴിക്ക് പോകണമെന്ന് ഞങ്ങൾ ആദ്യം മൂലേ പറയുന്നുണ്ടല്ലോ. ഇതിനകത്ത് ശബരിമലയിലെ സ്വർണം കട്ടതാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പം എല്ലാവർക്കും അറിയാം. അവരെ സംരക്ഷിക്കുന്നത് ആരാണെന്നും അറിയാം. ഇത് പുറത്ത് വന്നപ്പോൾ ഈ ജാള്യത മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഓരോ കളി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരുന്നാൽ അവസാനം അവർ ഏറ്റവും വലിയ കെണിയിലാണ് പോയി വീഴാൻ പോകുന്നുള്ളതും വരും ദിവസങ്ങളിൽ വ്യക്തമാകും. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവരുടെ മൊഴി SIT രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയെന്ന വിമർശനമൊക്കെ ഉയരുമ്പോൾ പോലും അസ്വാഭാവികതയില്ല എന്ന് അടൂർ പ്രകാശ് തന്നെ പറയുന്നു.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.